ഒരു അടിപൊളി ഫീലിംഗ് ആയിരുന്നല്ലേ? അതെ അതെ ഇതെല്ലാം പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. യഥാർത്ഥമായിട്ട് കരിങ്കല്ലും കൂടെ കൊത്തിയുണ്ടാക്കിയ പോലെയുണ്ടല്ലേ? സത്യം. നമ്മുടെ മണി. പക്ഷേ ഇതിലുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയോ? ഇതൊക്കെ ഒരു ആംബിയൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഇതിലും അടിപൊളിയൊക്കെ കേട്ടോ എല്ലോറ കേവ്സ് കാണാനായിട്ട്. അത് നമ്മൾ അടുത്ത വീഡിയോസിൽ ഇടുന്നുണ്ട് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ എല്ലാവരും വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്തില്ല അല്ലേ? ഇല്ല അതും കൂടെ എല്ലോറ കേവ്സ് മാത്രമല്ല അജന്ത കേവ്സ് ഉണ്ട്, അതൊക്കെ കാണാനായിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഒരു റിസംബ്ലൻസ് ഇതിൽ കാണാനുണ്ട് എല്ലാത്തിലും. ഈവൻ താജ്മഹൽ തന്നെ നമ്മൾ നേരത്തെ ബസ്സിൽ പോയപ്പോൾ കണ്ടായിരുന്നല്ലോ. അതെ, അതെ. അതേപോലെ അല്ലെങ്കിലും ആ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ താജ്മഹലിലാണെന്നുള്ള ഒരു ഫീൽ കിട്ടും. അതേപോലെ തന്നെ എല്ലോറ കേവ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ കേവ്സുകൾ കാണിക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാകും ഇത് എല്ലോറ കേവ്സ് ആണ്. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു അല്ലേ? ഉള്ളിൽ കൂടിയൊക്കെ നടക്കാനും സഞ്ചരിക്കാനൊക്കെ ഒരു രസമായിരുന്നു. ആക്ച്വലി ഇത് സെറ്റ് ഇട്ടാന്ന് കണ്ടാ പറയണ്ടേ. ഇത് പറയില്ല കേട്ടോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒറിജിനൽ ആയിട്ട് നല്ല ഫീലിംഗ് ഉണ്ട്. അങ്ങനെ നമ്മൾ എല്ലോറ കേവ്സ് കഴിഞ്ഞു. ഇതിൽ അണ്ടർഗ്രൗണ്ടിൽ അവർ സെറ്റ് ചെയ്തേക്കണം കേട്ടോ, ആ രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കൊള്ളാം, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നല്ലേടാ? പിന്നെ അടിപൊളിയാണ്. അല്ല, ഇത് നമ്മുടെ അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഡീപ് ഡെപ്ത് അണ്ടർഗ്രൗണ്ട് എന്നല്ല നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലേ? ഒരു ചെറുതായിട്ടൊരു കുഴിവിൽ തന്നെ, പക്ഷേ എക്സാക്ട്ലി നമുക്ക് ആ ഒരു ഫീൽ തന്നെ കിട്ടുന്നത് അല്ലേ? അതെ. പക്ഷെ കഴിഞ്ഞു, ഇനിയിപ്പോ ഇതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് അവിടെ നിന്ന് ബസ് പിടിച്ചിട്ട് തിരിച്ചു പോകാം. മടുത്ത് നടന്ന് അവസാനം അല്ലേ? അത് ഈ അണ്ടർഗ്രൗണ്ട് അടുത്ത വേസ്ബിൻ നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ എക്സൈറ്റ്മെന്റ് കൊണ്ട് നമ്മളിങ്ങനെ ആ പെട്ടെന്ന് നമുക്ക് ആ മടുപ്പ് തോന്നൂല. പക്ഷെ എന്നാലും നമ്മൾ നടന്ന ആ ക്ഷീണം ശരീരത്തിനും ശരിക്കും ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ ബോഡിയിൽ ക്ഷീണം അറിയാനുണ്ട്, പക്ഷെ മൈൻഡ് കൊണ്ട് നമുക്ക് വലിയ മടുപ്പ് വരുന്നില്ല. കറക്റ്റ്. അത് കൂടാതെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ വളരെ റെസ്റ്റ് ചെയ്ത് വേണം കാണാനായിട്ട്. ആ ഭാഗങ്ങൾ കണ്ടോടാ, നമ്മൾ ആദ്യം വന്ന ആ സൈഡൊക്കെ കേട്ടോ. ഇവിടുന്ന് ദേ നമുക്കുള്ള ബസ്സൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ നടുക്കത്തെ കുതിരേനെ നോക്കിക്കണം, നമ്മൾ അത് ഏതൊക്കെയോ സിനിമയിൽ കണ്ടിട്ടില്ലടാ? ഉണ്ട്. കണ്ടില്ലേ ഈ കുതിരയും ഇതൊക്കെ അവര് റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. ഒന്നും ഒറിജിനൽ അല്ല, എല്ലാം സെറ്റാക്കി വെച്ചേക്കുന്നത്. ഈ ചുറ്റിനുള്ള റൗണ്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാശ് ഒരുപാട് മുടക്കിയിട്ടുണ്ട്. അതിനുള്ള ഒരു പ്രയോജനം ഉണ്ടല്ലേ? അതെ. ഇനിയിപ്പോ നമുക്ക് അവിടെ കയറി കാണാം. ഇനിയിപ്പോ നമ്മൾ ആ ഫസ്റ്റ് വന്ന സ്ഥലത്ത് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇല്ലേ? കറങ്ങലും നമ്മൾ അവിടെ എത്തി, അങ്ങനെ ബസ്സൊക്കെ കയറി തിരിച്ച് അങ്ങനെ ഈ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടായിരുന്നു പോയത്. എടാ, അത് ഒരു കാര്യം കൂടി, നമ്മുടെ ഫ്ലൈറ്റ് രാത്രിയാണ്. രാത്രി 7 മണി 8 മണി എത്ര മണിക്കാ ഫ്ലൈറ്റ്? 8 മണിക്കായിരുന്നു തോന്നുന്നു. ഇനിയിപ്പോ നമുക്ക് അതിലേക്ക് പോകാം അല്ലേ? ഇവിടുന്ന് പക്ഷേ നമ്മൾ ടാക്സി പിടിച്ചിട്ടാണ് പോകുന്നത്. നമുക്ക് അധികം സമയം ഉണ്ടായിരുന്നില്ല ഇതൊക്കെ കണ്ട് ഇതായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഹൈദരാബാദിനോട് വിട പറയുകയാണ്. ടാറ്റാ, ബൈ. അതെ, പക്ഷെ ഒരു ദിവസത്തെ ട്രിപ്പ് അടിപൊളിയായിരുന്നു. നീ ഓർക്കുന്നുണ്ടോ നമ്മൾ